നമസ്കാരം, എല്ലാവർക്കും സൈലം IAS ലേക്ക് സ്വാഗതം. എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASൻ്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിൽ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആദ്യത്തെ സെലിയൻ ഫീച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ എഴുതപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലിഖിത ഭരണഘടന എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഫീച്ചർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എന്താണ് പാർട്സ്, എന്താണ് ആർട്ടിക്കിൾസ്, എന്താണ് ഷെഡ്യൂൾസ് എന്നിങ്ങനെയുള്ള കാര്യം വളരെ വിശദമായി എക്സാമ്പിൾസ് ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. നൗ ഇറ്റ്സ് ടൈം ടു ഗോ ഫോർ ദി സെക്കൻഡ് സെലിയൻറ്റ് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്, മൾട്ടിപ്പിൾ സോഴ്സസ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഡോക്യുമെൻറ്റ് ഒരു സോഴ്സിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളാൽ സമ്പന്നമല്ല. മറ്റ് പല സോഴ്സുകളിൽ നിന്ന്, മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ചേർത്തതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ബൃഹത് ഡോക്യുമെൻ്റ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ, അതായത് 1946 മുതൽ 1950 വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോകത്തിലുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷനുകളെല്ലാം പരിശോധിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇന്ത്യൻ സോഷ്യൽ സർക്കംസ്റ്റാൻസസിന് അനുയോജ്യമാം വിധത്തിൽ മോഡിഫൈ ചെയ്താണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സേ ഫോർ എക്സാമ്പിൾ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. പ്രിയാമ്പിൾ ഇസ് നോൺ ആസ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ പ്രിഫേസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ആൻഡ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ കടമെടുത്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ. ജുഡീഷ്യൽ റിവ്യൂ, ഡീറ്റെയിൽഡായി നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാം. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടമെടുത്തിരിക്കുന്നതും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്, ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നൗ സ്ട്രക്ചറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, സേ ഫോർ എക്സാമ്പിൾ ഫെഡറൽ സ്കീം എന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്ന ബ്ലൂ പ്രിൻ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമത്തിൽ നിന്നാണ്. അതുകൂടാതെ സേ ഫോർ എക്സാമ്പിൾ DPSP നമ്മൾ കടമെടുത്തിരിക്കുന്ന ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പിന്നീട് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മൾ കടമെടുത്തിരിക്കുന്നത് USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അങ്ങനെ ലോകത്തെ ഏറ്റവും മനോഹരമായി എഴുതപ്പെട്ടിട്ടുള്ള പല ഫീച്ചേഴ്സ്, അത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നാണെങ്കിൽ പോലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഫീച്ചേഴ്സാൽ സമ്പന്നമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും, സേ ഫോർ എക്സാമ്പിൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പ്രധാനമായും നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഒരു ഡയഗ്രത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്ന് ഫെഡറൽ സ്കീം, അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ഗവർണർ, സുപ്രീം കോർട്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിങ്ങനെയുള്ള ആശയങ്ങളൊക്കെ എവിടെ നിന്നാണ്? ഫ്രം ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ്, രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്ന നടപടിക്രമം, ജുഡീഷ്യൽ റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു. ബ്രിട്ടനിൽ നിന്നാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അഥവാ കൂട്ടുത്തരവാദിത്തം എന്താണെന്ന് പിന്നെ പറയാം, റൂൾ ഓഫ് ലോ നിയമവാഴ്ച എന്ന ആശയം, ഏക പൗരത്വം, റിട്ടുകൾ എന്ന ആശയം, ബ്രിട്ടൻ എന്ന പദവുമായി ബന്ധപ്പെടുത്തി നമ്മൾ റിട്ട് എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ റിട്ട് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. അതുപോലെ കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഫ്രാൻസിൽ നിന്ന്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, ജർമ്മനി, ജപ്പാൻ, USSR, അയർലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഫീച്ചറിൽ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇത് നമ്മൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മനഃപ്പാഠമാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ് ഉപയോഗിച്ച് ഓർത്തിരിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു മേഖലയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ബട്ട് ദ നെക്സ്റ്റ് ഫീച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു സെലിയൻ ഫീച്ചർ ഇസ് ദാറ്റ് ഇറ്റ് ഇസ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് റിജിഡ് എന്ന് പറഞ്ഞാൽ? റിജിഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് അല്ലേ, സ്ട്രോങ്. അല്ലെങ്കിൽ റിജിഡ് എന്നുള്ള വാക്കിന് നമുക്ക് എങ്ങനെ എഴുതാം? റിജിഡ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ചേഞ്ച്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു മോഡിഫൈ.
അപ്പോൾ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഈസി ടു ചേഞ്ച്. ഈസി ടു ചേഞ്ച്. അപ്പോൾ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ ഈസിയായി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ വളരെ ടഫായി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസും ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയല്ല. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ ആണെന്ന് പറയാൻ കാരണം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ ആര് മാത്രം തീരുമാനിച്ചാൽ മതി? പാർലമെൻറ്റ് മാത്രം തീരുമാനിച്ചാൽ മതി. പാർലമെൻറ്റിൽ ഒരു സാധാരണ നിയമം പാസ്സാക്കുന്നത് പോലെ, ഒരു ഓർഡിനറി ലോ പാസ്സാക്കുന്നത് പോലെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താം. കാരണം പാർലമെൻ്ററി നിയമങ്ങൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ലേ. അപ്പോൾ പാർലമെൻറ്റ് നിയമത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരും. സാധാരണ ഭൂരിപക്ഷത്തോടെ, സിമ്പിൾ മെജോറിറ്റിയോട് കൂടി ചെയ്യാൻ സാധിക്കും. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ പ്രസൻ്റായി വോട്ട് ചെയ്യുന്നവരുടെ ഭൂരിപക്ഷം. ഇറ്റ്സ് എ വെരി ഈസി പ്രൊസീജിയർ. പക്ഷെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ US കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ ഇത്ര എളുപ്പമല്ല. ഓക്കെ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ എളുപ്പമല്ല. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിജിഡ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ US കോൺഗ്രസ് മാത്രം വിചാരിച്ചാൽ പോരാ. അതായത് ബ്രിട്ടനിൽ പാർലമെൻറ്റ് എന്നതുപോലെ, ഇന്ത്യയിൽ പാർലമെൻറ്റ് എന്നതുപോലെ അമേരിക്കയിൽ ദർ ഇസ് US കോൺഗ്രസ്. ഈ അമേരിക്കൻ കോൺഗ്രസ് മാത്രം വിചാരിച്ചാൽ പോരാ, അവിടുത്തെ സ്റ്റേറ്റുകൾ കൂടി അനുവാദം നൽകണം. മുഴുവൻ സ്റ്റേറ്റും അല്ലെങ്കിൽ പോലും സ്റ്റേറ്റുകൾ കൂടി അനുവാദം നൽകണം. എന്ന് പറഞ്ഞാൽ ദ പ്രൊസീജിയർ ഇസ് ടഫ്, റിജിഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ സിമ്പിളായി മാറ്റാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഉണ്ട്, വളരെ ടഫായി മാറ്റാൻ പറ്റുന്ന പ്രൊവിഷൻസും ഉണ്ട്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഈസിനെസ്സോടെ അല്ലെങ്കിൽ ടഫ്നെസ്സോട് കൂടി മാറ്റാൻ പറ്റുന്ന പ്രൊവിഷൻസും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതുകൊണ്ടാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് എ ഫീച്ചർ ദാറ്റ് ഇറ്റ് ഇസ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നിയമങ്ങൾ പാസ്സാക്കുന്നത് പോലെ പാസ്സാക്കാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പ്രൊസീജിയറിലൂടെ, സ്പെഷ്യൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് സ്പെഷ്യൽ പ്രൊസീജിയർ. ഈ സ്പെഷ്യൽ പ്രൊസീജിയറിലൂടെ മാത്രം ഭേദഗതി വരുത്താൻ പറ്റുന്ന പ്രൊവിഷൻസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഫെഡറലിസം. ഇപ്പോൾ നമുക്കറിയാം ഷെഡ്യൂൾ 7 3 ലിസ്റ്റുകളെ പറ്റി പറയുന്നുണ്ടല്ലേ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളൊരു സബ്ജക്റ്റ്, സേ ഫോർ എക്സാമ്പിൾ പോലീസ്, ഈ സബ്ജക്റ്റ് കേന്ദ്രത്തിൻ്റെ സബ്ജക്റ്റാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ പ്രൊസീജിയറിലൂടെ മാത്രമേ പറ്റൂ. അതായത് പാർലമെൻറ്റ് മാത്രം വിചാരിച്ചാൽ പോരാ, സംസ്ഥാനങ്ങളുടെ കൂടി അനുമതി വേണം. പകുതി സംസ്ഥാനങ്ങളുടെ കൂടി അനുമതി വേണം. പാർലമെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വേണം. അതുകൂടാതെ സംസ്ഥാനങ്ങളുടെ കൂടി അനുമതി വേണം. എന്ന് പറഞ്ഞാൽ തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വളരെ ടഫ് പ്രൊസീജിയറാണ്. ഇനി ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുന്നു. നമ്മുടെ രാജ്യത്ത് ഉള്ള സംസ്ഥാനങ്ങളുടെ പേര്, കേരളത്തിൻ്റെ പേര് ശബരിമല എന്നാക്കണം എന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പം അങ്ങനെ ശബരിമല എന്നാക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ ഈസിയാണ്. ആർക്ക് ചെയ്യാൻ പറ്റും? പാർലമെൻറ്റിന് ചെയ്യാൻ പറ്റും. സിമ്പിൾ മെജോറിറ്റി മാത്രം മതി, കേവല ഭൂരിപക്ഷം മാത്രം മതി. ഇനി ഇത് രണ്ടും അല്ലാതെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ DPSP പോലുള്ള പ്രൊവിഷൻസിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഈസിനെസ് അല്ലെങ്കിൽ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി ഭേദഗതി ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഉണ്ട്, വളരെ ടഫായി മാത്രം ഭേദഗതി ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിഡിൽ പാത്ത് ഫോളോ ചെയ്യുന്ന അമെൻഡ്മെൻറ്റ് പ്രൊസീജിയറും ഉണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെലിയൻ ഫീച്ചറായി എന്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇസ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ദാറ്റ് ഇസ് ആർട്ടിക്കിൾ നമ്പർ 368 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കും കേട്ടോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാത്തതെന്നുള്ള സംശയം ഉണ്ടായിരിക്കാം. സ്വാഭാവികമാണ്. ഈ പ്രൊസീജിയറിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സെലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണ്, ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. The next salient feature is synthesis of parliamentary sovereignty and judicial supremacy. എന്ന് പറഞ്ഞാൽ
പാർലമെൻ്ററി പരമാധികാരത്തിൻ്റെയും ജുഡീഷ്യൽ മേധാവിത്വത്തിൻ്റെയും സിന്തസിസ്, മിക്സ്, ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പാർലമെൻ്ററി പരമാധികാരവും ഇല്ല, ജുഡീഷ്യൽ മേധാവിത്വവുമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ബ്ലെൻഡാണുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഈ പാർലമെൻ്ററി സോവറിനിറ്റി എന്ന ആശയം ഫോളോ ചെയ്യുന്ന രാജ്യമാണ് ബ്രിട്ടൻ. ബ്രിട്ടനിൽ പാർലമെൻ്റാണ് എല്ലാം. പാർലമെൻറ്റിന് എന്തും ചെയ്യാം. ദ പാർലമെൻറ്റ് ക്യാൻ ചേഞ്ച് എനിത്തിങ് എക്സെപ്റ്റ് ചേഞ്ചിങ് ദ ജെൻഡർ ഓഫ് എ മാൻ ടു വിമൻ എന്നാണ് പറയുക. എന്നാൽ അമേരിക്ക ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ജുഡീഷ്യൽ സുപ്രീമസി എന്ന് പറയുന്നത്. നമ്മൾ ഈ രണ്ട് സിസ്റ്റവും ബ്ലെൻഡ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ അപ്ഹോൾഡ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിലനിൽക്കണം, അതിൻ്റെ എസെൻഷ്യൽ വാല്യൂസ് എന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം, കൺസേർവ് ചെയ്യപ്പെടണം. കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി, ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചർ. അപ്പോൾ എന്താണ് ഈ ബ്ലെൻഡ് ഓഫ് പാർലമെൻ്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, സുപ്രീം കോടതി സാധാരണഗതിയിൽ എന്താ ചെയ്യുക? സുപ്രീം കോടതിക്ക് ചില നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമല്ലേ? അപ്പോൾ സുപ്രീം കോടതി അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ട്. പാർലമെൻറ്റിന് എന്ത് ചെയ്യാം? പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങ് അമെൻഡ് ചെയ്യാം. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് സുപ്രീം കോടതി നോക്കുക ഈ നിയമം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേരുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ ചേരുന്നില്ല എങ്കിൽ ഈ നിയമത്തെ സുപ്രീം കോടതിക്ക് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ പാർലമെൻറ്റിന് എന്ത് ചെയ്യാം? പാർലമെൻറ്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരുത്താം അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. ഫൈൻ. ഇപ്പോൾ സുപ്രീം കോടതി നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചാൽ അതിനെ ഓവർകം ചെയ്യാൻ പാർലമെൻറ്റിന് എന്ത് ചെയ്യാം? ഭരണഘടന തന്നെ തിരുത്താം. ഈ ഭരണഘടന തിരുത്തിക്കഴിഞ്ഞാൽ അത് ആർക്ക് ചെക്ക് ചെയ്യാം? ജുഡീഷ്യറിക്ക് ചെക്ക് ചെയ്യാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പാർലമെൻറ്റോ സുപ്രീം കോടതിയോ ഒന്നും അല്ല പരമാധികാരി, കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനു വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിൻ്റെ ആക്ഷൻസിനെ ജുഡീഷ്യറിക്ക് ചെക്ക് ചെയ്യാം, ജുഡീഷ്യറിയുടെ വിധിയെ മറികടക്കാൻ പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം, ഈ അമെൻമെൻറ്റിനെ വീണ്ടും ജുഡീഷ്യറിക്ക് ചെക്ക് ചെയ്യാം. ദിസ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ ദ സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. ഫൈൻ. അപ്പോൾ ഈ 3 ഫീച്ചേഴ്സും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ we will discuss more about the salient features of the Indian Constitution. So till then, take care, goodbye. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ലൈക്സ്, ഷെയർസ്, സബ്സ്ക്രിപ്ഷൻ നമ്മളുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മളെ അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. Till then, take care, goodbye.